രാജ്യത്ത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. യഥാർത്ഥ ശതമാനക്കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം കഴിഞ്ഞ് നമുക്കറിയാം, 11 ദിവസം കഴിഞ്ഞ് ശതമാനക്കണക്കുകൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ സാമാന്യ മര്യാദ തന്നെ കളഞ്ഞുകുളിച്ചു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടികളെല്ലാം പൂട്ടിവച്ചു. 9 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 94ഓളം മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. ബംഗാളും മഹാരാഷ്ട്രയും ബീഹാറും ഒക്കെ ഉൾപ്പെടെ പ്രമുഖ സംസ്ഥാനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും പൂർണ്ണമായും ഒരു സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നതിന്ന് ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിലാകെയുള്ള 26 മണ്ഡലങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. ജനങ്ങൾ വിധിയെഴുതി, പെട്ടി പൂട്ടിവച്ചു. ആ ഗുജറാത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തെരഞ്ഞെടുപ്പിന് വളരെ കാലം മുൻപ് ഈ രാജ്യം മുഴുവൻ മോദിക്കും BJPക്കും പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഗുജറാത്ത് മാത്രമാണ് BJPയുടെ ഏക പ്രതീക്ഷ. അമിത്ഷായുടെയും മോദിയുടെയും തട്ടകമാണ് എന്നതാണ് ഇതിൻ്റെ കാരണം. എന്നാൽ വോട്ടെടുപ്പ് നടക്കുന്നതിനിടയിലും അതിനുശേഷവും നടന്ന ചില വിലയിരുത്തലുകൾ നൽകുന്ന സൂചന BJPയുടെ നെഞ്ചകം തകർക്കുന്നതാണ്. അതായത് 2014-ലും 19-ലും 26-ൽ 26 സീറ്റുകളും നേടിയ BJPക്ക് ഇത്തവണ അല്പം വിയർക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും പ്രാദേശിക തർക്കങ്ങളും പൊല്ലാപ്പുകളും കാരണം 7 മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇതിൽ സുരേന്ദ്രനഗർ, സാബർകാണ്ട, ബനാസ്കാണ്ട, രാജ്കോട്ട്, ആനന്ദ്, പാട്ടൻ, ജുനഗഡ് എന്നീ മണ്ഡലങ്ങളാണ് BJPക്ക് തലവേദനയും കോൺഗ്രസിനും പ്രതീക്ഷയും നൽകിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ വിജയപ്രതീക്ഷ വച്ചിരുന്ന 7 മണ്ഡലങ്ങളിലും BJP തകർന്നടിയാനാണ് സാധ്യതയുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. അതിന് വ്യക്തമായ കാര്യങ്ങളും കാരണങ്ങളും മാധ്യമങ്ങൾ നിരത്തുകയാണ്. അതായത് തൽപ്പട കോലി സമുദായത്തിൽ നിന്നും ചുൻവാലിയ കോലി സമുദായത്തിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥികൾ സുരേന്ദ്രനഗർ സീറ്റിനു വേണ്ടി രംഗത്തെത്തിയതാണ് BJPയെ സമ്മർദ്ദത്തിലാക്കിയത്. കോൺഗ്രസ് തൽപ്പട കോലി സമുദായത്തിൽ നിന്നുള്ള ഋത്വിക് മഖ്വാനയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ മത്സരം കടുപ്പമായി. BJPക്കെതിരായ ക്ഷത്രിയ പ്രതിഷേധവും തിരിച്ചടിയാകുമെന്നും പറയുന്നു. അതാണ് സുരേന്ദ്രനഗർ മണ്ഡലത്തിൽ BJP തോൽക്കാൻ പോകുന്ന കാരണം. അതുപോലെ രണ്ടാമത്തെ സാബർകാണ്ട മണ്ഡലം, മുൻ മുഖ്യമന്ത്രി അമർ സിംഗ് ചൗധരിയുടെ മകൻ തുഷാർ ചൗധരിയാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. എന്നാൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന മഹേന്ദ്ര സിംഗ് ബൈരയുടെ ഭാര്യ ശോഭനയാണ് BJP സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് BJPക്ക് തിരിച്ചടിയാകാൻ പോവുകയാണ്. ഇനി മറ്റൊരു മണ്ഡലം ബനാസ്കാണ്ട മണ്ഡലത്തിലാണ്. ഗാനിബെൻ താക്കൂറാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. രേഖ ചൗധരി BJPക്ക് വേണ്ടിയും മത്സരിക്കുന്നു. ചൗധരി ഠാക്കൂർ സമുദായങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണിത്. സിറ്റിംഗ് MP പർബത് പട്ടേലിനെ മാറ്റി രേഖയ്ക്ക് BJP സ്ഥാനാർത്ഥിത്വം നൽകിയതാണ് അവിടുത്തെ തിരിച്ചടി വരാൻ പോകുന്നത്. ഇത് പർബത്തിൻ്റെ അനുയായികൾ വിട്ടുനിൽക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതാണ് ആ മണ്ഡലത്തിൽ BJPക്ക് തിരിച്ചടി വരാൻ പോകുന്നത്. മറ്റൊരു മണ്ഡലമായ രാജ്കോട്ട്, പട്ടീദാർ, കോലി, ക്ഷത്രിയ സമുദായങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മേഖലയാണ് രാജ്കോട്ട്. BJP സ്ഥാനാർത്ഥി പുരുഷോത്തം രൂപാലയുടെ ക്ഷത്രിയ സമുദായത്തിനെതിരായ പരാമർശം ഈ രാജ്യത്ത് തന്നെ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ലേവ പട്ടീദാർ സമുദാംഗമായ പരേഷ് ധനാനിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ക്ഷത്രിയ പ്രതിഷേധം വോട്ടായി മാറാനും കോൺഗ്രസ് ജയിക്കാനും സാധ്യതയുള്ള ഏറ്റവും ആദ്യത്തെ മണ്ഡലമാണ് ഗുജറാത്തിലെ രാജ്കട്ട് എന്ന നിലയിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. അതുപോലെ മറ്റൊരു മണ്ഡലം ആനന്ദാണ്. ഈ പറഞ്ഞതുപോലെ ക്ഷത്രിയ സമുദായത്തിൻ്റെ പ്രതിഷേധവും ഗ്രാമീണ മേഖലയിൽ BJPയോടുള്ള അസംതൃപ്തിയുമാണ് ആനന്ദിൽ BJPക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന ആനന്ദ് മണ്ഡലം തിരിച്ചുവരവിൻ്റെ ലക്ഷണം കാണിക്കുന്നുവെന്ന് ഉള്ള സൂചന ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ പാട്ടൻ മണ്ഡലത്തിൽ BJPയുടെ ഭരത് സിംഗ് ഠാക്കൂറും കോൺഗ്രസിൻ്റെ ചന്ദൻജി താലോജി ഠാക്കൂറുമാണ് മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്നത്. ഠാക്കൂർ സമുദായത്തിൻ്റെ പിന്തുണയുള്ള നേതാവാണ് കോൺഗ്രസിൻ്റെ ചന്ദൻജി. ന്യൂനപക്ഷ വോട്ടുകളും ക്ഷത്രിയ സമുദായത്തിൻ്റെ പിന്തുണയും കോൺഗ്രസിനെ ജയിപ്പിച്ചേക്കാമെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇനി 7ാമത്തെ മണ്ഡലം ജുനഗഡാണ്. രാജേഷ് ചുഡാസമയാണ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. വേരാവലിലെ ഡോക്ടറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ഉള്ളത്. പൊതുപ്രവർത്തനത്തിൽ സജീവമല്ല എന്ന വിമർശനവും ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. അതേസമയം ഹിരാ ജോഡ്ബെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ക്ഷത്രിയ സമുദായത്തിൻ്റെ പ്രതിഷേധവും രാജേഷിനോടുള്ള എതിർപ്പും വോട്ടാകുമെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നും അവസാന നിമിഷം ഗുജറാത്തിൽ വാർത്തകൾ വന്നു കഴിഞ്ഞു.
ഏതായാലും 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഗുജറാത്തിൽ BJP അടിതെറ്റുമെന്ന വാർത്ത വന്നിരിക്കുന്നതിൽ പ്രധാന കാരണം ക്ഷത്രിയ സമുദായം നൽകുന്ന തിരിച്ചടി തന്നെയാണ്. അതിനോടൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളും സ്ഥാനാർത്ഥികളുടെ ന്യൂനതകളും BJPക്ക് 8ന്റെ പണി നൽകാനാണ് കാത്തിരിക്കുന്നത്.